നമസ്കാരം, ബിഗ് ടെൻ ന്യൂസിലേക്ക് സ്വാഗതം. കേരളം വിനോദസഞ്ചാരത്തിന് സുരക്ഷിത ഇടമല്ല. ഉരുൾപൊട്ടലും കായൽ മലിനീകരണവും ചൂണ്ടിക്കാട്ടി കേരളത്തെ നോ ലിസ്റ്റ് 2025 പട്ടികയിൽ ഉൾപ്പെടുത്തി അന്താരാഷ്ട്ര ഏജൻസി. കാലിഫോർണിയ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഓൺലൈൻ ടൂറിസം ഇൻഫർമേഷൻ പ്രൊവൈഡറായ ഫോഡോസ് ട്രാവൽ എന്ന കമ്പനിയാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. സീരിയലുകൾക്ക് സെൻസറിംഗ് അനിവാര്യമെന്ന് വനിതാ കമ്മീഷൻ. കുട്ടികൾക്ക് പോലും തെറ്റായ സന്ദേശമാണ് നൽകുന്നത്. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും വലിയ തോതിൽ ചിത്രീകരിക്കുന്ന അവസ്ഥ സമൂഹത്തിന് ഗുണകരമാണോ എന്നതും പരിശോധിക്കണമെന്ന് സതീദേവി. പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ വിമർശനത്തിന് അതീതനാണോ എന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പാണക്കാട് തങ്ങൾക്കെതിരെ രാഷ്ട്രീയ വിമർശനം നടത്തിയതെന്നും എന്നാൽ അതിനെ മതത്തിൽ കൂട്ടിക്കെട്ടാനാണ് ചിലർ ശ്രമിച്ചതെന്നും MV ഗോവിന്ദൻ ആരോപിച്ചു. സന്ദീപ് വാര്യരുമായി വേദി പങ്കിട്ട് K മുരളീധരൻ. ശ്രീകൃഷ്ണപുരത്തെ പൊതുവേദിയിലാണ് ഇരുവരും ഒരുമിച്ചത്. വേദി പങ്കിടാനായതിൽ സന്തോഷമെന്ന് മുരളീധരൻ. പാർട്ടിയുടെ ഒരു അസറ്റായി അദ്ദേഹം നിൽക്കും. രാഹുൽ ഗാന്ധിക്ക് അദ്ദേഹം പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞു എന്നും മുരളീധരൻ വ്യക്തമാക്കി. സുതാര്യമായി തെരഞ്ഞെടുപ്പ് നടത്താനുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായി വരുന്നതായി പാലക്കാട് ജില്ലാ കളക്ടർ ഡോക്ടർ S ചിത്ര. ആരെങ്കിലും മാനിപ്പുലേഷന് ശ്രമിച്ചാൽ ക്രിമിനൽ നടപടി സ്വീകരിക്കും. ഇരട്ട വോട്ടിൽ പരിശോധന നടത്തി. ആക്ഷേപം ഉള്ളവ പ്രത്യേക ലിസ്റ്റ് ആക്കുമെന്നും കളക്ടർ വ്യക്തമാക്കി. ശബരിമലയിൽ കനിവ് 108 റാപ്പിഡ് ആക്ഷൻ മെഡിക്കൽ യൂണിറ്റുകൾ സജ്ജീകരിച്ചു. ആരോഗ്യ വകുപ്പിന്റെയും കനിവ് 108 ആംബുലൻസിന്റെയും പുറമേയുമാണ് ഈ യൂണിറ്റുകൾ എത്തുന്നത്. പമ്പ മുതൽ സന്നിധാനം വരെയും കാനനപാതയിലുമായി 19 എമർജൻസി മെഡിക്കൽ സെന്ററുകളും ഓക്സിജൻ പാർലറുകളും സജ്ജീകരിച്ചിട്ടുണ്ട്. കൊല്ലത്ത് കൊട്ടാരക്കരയിൽ KSRTC ബസും കാറും തമ്മിൽ കൂട്ടിയിടിച്ചു. അപകടത്തിൽ KSRTC ബസിന്റെ ടയറുകൾ ആക്സിൽ അടക്കം ഇളകി മാറി. ഓടിച്ചിരുന്ന ഇളമ്പൽ സ്വദേശി എബേൽ എറിക്കിന് പരിക്കേറ്റു. ഡ്രൈവറെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്ന് ലേഡി സൂപ്പർ സ്റ്റാർ നയൻതാരയുടെ 40ാം പിറന്നാൾ സോഷ്യൽ മീഡിയ ആഘോഷിക്കുകയാണ്. സിനിമാ പ്രവർത്തകർ അടക്കം നിരവധി ആരാധകരാണ് നയൻതാരയ്ക്ക് സോഷ്യൽ മീഡിയയിലൂടെ പിറന്നാൾ ആശംസകൾ അറിയിച്ചത്. നയൻതാരയുടെ ജീവിതം പറയുന്ന ഡോക്യുമെന്ററി ബിയോണ്ട് ദി ഫെയറി ടെയിൽസ് ഇന്ന് നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ചെയ്തു. ആം ആദ്മിയിൽ നിന്നും രാജിവെച്ച ഡൽഹി മുൻ മന്ത്രി കൈലാഷ് ഗെഹ്ലോട്ട് BJPയിൽ ചേർന്നു. ഡൽഹിയിൽ BJP ആസ്ഥാനത്ത് വെച്ച് കേന്ദ്രമന്ത്രി മനോഹർ ലാൽ ഖട്ടർ ഉൾപ്പെടെയുള്ള BJP നേതാക്കളുടെ സാന്നിധ്യത്തിലായിരുന്നു പാർട്ടി പ്രവേശനം. വന്ദേ ഭാരതിലെ ഭക്ഷണത്തിൽ പ്രാണികൾ. തിരുനെൽവേലി ചെന്നൈ റൂട്ടിലോടുന്ന വന്ദേ ഭാരത് എക്സ്പ്രസിലെ യാത്രക്കാർക്ക് വിതരണം ചെയ്ത ഭക്ഷണത്തിലാണ് ചെറുപ്രാണികളെ കണ്ടെത്തിയത്. യാത്രക്കാരുടെ പ്രതിഷേധം കനത്തതോടെ ദക്ഷിണ റെയിൽവേ മാപ്പ് പറഞ്ഞു. കൂടാതെ ഏജൻസിക്ക് 500,000 രൂപ പിഴയും ചുമത്തി.